അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്തുള്ള കിഴക്കോത്ത് ജുമാഅത്ത് പള്ളിയിലാണ്. ഏകദേശം 700ഓളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അത്ര തന്നെ പഴക്കം വരുന്ന ഒരു മക്കാമും ഒരു മഹാൻ്റെ മക്കാമും ഈ പള്ളിയോട് ചാരിയിട്ടുണ്ട്. ഈ പള്ളി ഇപ്പോൾ നമുക്ക് സുന്ദരമായ പള്ളിയായിട്ട് കാണാം. 4 തവണകളിലായിട്ട് ഈ പള്ളി ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു ഓല മേഞ്ഞ പള്ളിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ ചരിത്രവും മറ്റു മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. 700 വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ഈ പള്ളിക്കരികിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മക്ബറയുണ്ട്. ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പല തവണകളിലായി ഈ പള്ളിയും മക്കാമും സന്ദർശിച്ചിട്ടുണ്ട്. പഴയ കാലം മുതൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ജാതിമത ഭേദമന്യേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പലവിധ പ്രശ്നങ്ങൾക്കും ഇവിടെ നിന്ന് പരിഹാരം ലഭിച്ചിട്ടുണ്ട്. മഹാന്മാരായ നിരവധി ആലിമീങ്ങളും നേതാക്കളുമൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നാലകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ മലയമ്മ, ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, കൂറ്റനാട് KV മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, തഴവ ഉസ്താദ്, അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ, ശുഗപുരം മുസ്ലിയാർ, പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കന്മാരും ഇവിടെ സന്ദർശനം നടത്തിയവരാണ്. ഒരിക്കൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടുത്തെ ഓലമേഞ്ഞ പഴയ പള്ളിയിൽ അഗ്നിബാധയുണ്ടാവുകയും ഓലമേഞ്ഞ മേൽക്കൂര കത്തിപ്പോവുകയും ചെയ്തു. മരങ്ങളെല്ലാം കത്തി നശിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിം സമുദായവും മറ്റു ജാതിക്കാരുമെല്ലാം അമ്പരന്നു. ഉടൻ തന്നെ പള്ളി പുതുക്കി പണിയാൻ തീരുമാനിച്ചു. എന്നാൽ നല്ല ഉഷ്ണകാലമായിരുന്നു അത്. തൊട്ടടുത്ത പൂനൂർ പുഴ വറ്റി വരണ്ടിരുന്നു. പള്ളിയുടെ മേൽക്കൂരക്ക് മതിയാകുന്ന ഒരു വലിയ മരം അകലെ ഒരു സ്ഥലത്ത് നാട്ടുകാർ കണ്ടുവച്ചു. പലരും പോയി നോക്കി. പക്ഷേ പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് മരം കൊണ്ടുവരിക എന്നത് പ്രയാസകരമായിരുന്നു. മഴ പെയ്യുന്നതുവരെ പള്ളിപ്പണി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. തറയുടെ പണി വേഗം തുടങ്ങാൻ നാട്ടുകാർ തീരുമാനിക്കുകയും തറ കീറാൻ പണിക്കാർ എത്തുകയും ചെയ്തു. പള്ളിയുടെ വിസ്തീർണം അല്പം കൂടി കൂട്ടി അവർ തറ കീറിക്കൊണ്ടിരുന്നു. ആഞ്ഞുകുത്തിയപ്പോൾ ആയുധം തട്ടി ഒരു ഖബറിന്റെ കല്ല് ഇളകി. ഖബറിലേക്ക് നോക്കിയാൽ കാണാമായിരുന്നു. അത്ഭുതം! ഖബറിലേക്ക് നോക്കിയപ്പോൾ അവർക്കൊരു കഫം പുടവ കാണാൻ സാധിച്ചു. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മയ്യത്ത് ഒരു കുഴപ്പവും കൂടാതെ കിടക്കുന്നു. പെട്ടെന്ന് കല്ലുവെച്ച് ദ്വാരം അടച്ചു. ഈ ഖബറിലുള്ള മഹാനവറുകളുടെ മഹത്വം പിൻതലമുറക്കാർക്ക് മനസ്സിലാക്കാൻ ഈ സംഭവം സഹായകമായി. മഹാനെക്കുറിച്ചുള്ള സംസാരം നാട്ടിൽ സജീവമായി. ഇതൊരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറാണെങ്കിൽ നമുക്ക് മഴ ലഭിക്കണമെന്ന് ദുആ ചെയ്ത് ഖബറിനരികിൽ ആളുകൾ വിളക്ക് കത്തിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആകാശത്ത് കാർമേഘങ്ങൾ കൂടി കറുത്തിരുണ്ടു. പെട്ടെന്ന് മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. പൂനൂർ പുഴയിൽ വെള്ളം നിറഞ്ഞു. മരം കിടക്കുന്ന സ്ഥലത്തേക്ക് ചെറുപ്പക്കാർ ചെന്ന് മരം മുറിച്ചു മാറ്റുകയും നിരവധി ആളുകൾ ചേർന്ന് മരം പുഴയിലേക്ക് തള്ളി നീക്കുകയും ചെയ്തു. അങ്ങനെ മരങ്ങളെല്ലാം പള്ളിയുടെ സമീപത്തെത്തി. അവർ മരം വലിച്ച് കരയിലെത്തിക്കുകയും അടുത്ത ദിവസം തന്നെ പള്ളിയുടെ പണി തുടങ്ങുകയും ചെയ്തു. അയൽ പ്രദേശത്ത് നിന്നും വിദൂര ദിക്കുകളിൽ നിന്നുമൊക്കെ ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. ധാരാളം സംഭാവനകളും അവർ നൽകി. ചുരുങ്ങിയ കാലം കൊണ്ട് പള്ളിപ്പണി പൂർത്തിയാക്കുകയും എല്ലാവർക്കും ആശ്വാസമാവുകയും ചെയ്തു. ഇൽമും ഇബാദത്തും സജീവമായി. പല നാടുകളിൽ നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ പള്ളി കാണാനെത്തി. രാജവാഴ്ച നിലനിന്നിരുന്ന കാലത്ത് മുസ്ലിങ്ങളുടെ വിധി കൽപ്പിച്ചിരുന്നത് ഖാലിമാരായിരുന്നു. പല പള്ളികളിലും സത്യം ചെയ്യിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇത് തുടർന്നു. കിഴക്കോത്തു പള്ളിയിൽ സത്യം ചെയ്യിപ്പിക്കൽ സമ്പ്രദായം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. പണ്ടൊരാൾ പശുവിനെ കട്ടുകൊണ്ടുപോയി അയാളുടെ ആലയിൽ കെട്ടിയിട്ടു. അത് കേസാവുകയും സത്യം ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തപ്പോൾ പശുവിനെ കട്ട ആൾ അതിനെ അഴിച്ച് കാട്ടിലേക്ക് വിട്ടു. എന്നിട്ട് പള്ളിയിൽ വന്ന് എന്റെ ആലയിൽ പശു ഇല്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ആ സമയത്ത് പശു അയാളുടെ ആലയിൽ തിരിച്ചെത്തിയിരുന്നു. അയാൾ പള്ളിമുറ്റത്ത് നിന്ന് പടവുകൾ ഇറങ്ങുമ്പോൾ കൂടെയുള്ള ആളുകളോട് കൈപിടിക്കാൻ പറഞ്ഞു. കാരണം അപ്പോഴേക്കും കള്ളസത്യം ചെയ്തതിന്റെ ഫലമായി അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. കള്ളസത്യം ചെയ്തതിന്റെ ഫലമായി തന്നെ
മറ്റൊരു സ്ത്രീക്ക് ഭ്രാന്ത് പിടിച്ച സംഭവവും നാട്ടിൽ പ്രസിദ്ധമാണ്. കിഴക്കോത്തു പള്ളിയിൽ എത്തുമ്പോൾ ആത്മീയമായൊരു അനുഭൂതി ഉണ്ട് എന്നതിൽ സംശയമില്ല. പുണ്യാത്മാക്കളായ മഹത്തുക്കളുടെ സാന്നിധ്യമാണ് അതിന് കാരണം. നല്ല മനസ്സോടെ ഇവിടെ എത്തിയാൽ അതിന്റെ ഫലവും, അതല്ലാത്ത മനസ്സോടെ ഇവിടെ എത്തിയാൽ അതിന്റെ തിക്തഫലവും അനുഭവിക്കേണ്ടി വരും. വർഷം തോറും വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഉറൂസ് നടത്തപ്പെടാറുള്ളത്. കാർഷിക വിളവുകളാണ് ആണ്ടിലെ ആഹാരത്തിന് പാചകം ചെയ്യുക. മൃഗങ്ങളെ ഇവിടെ അറുക്കാറില്ല. നാട്ടിൽ വിളയുന്ന ചേനയും കിഴങ്ങുകളും പച്ചക്കറികളും ഏത്തക്കയുമെല്ലാം ചേർന്നുള്ള കറിയിൽ കോഴിയിറച്ചിയും ഉണ്ടാകും. ഓരോ വീട്ടുകാരും നൽകുന്ന അരിയാണ് ആണ്ടിലെ ചോറിന് ഉപയോഗിക്കുന്നത്. ആണ്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായുള്ള വരവ് പല നാടുകളിൽ നിന്നായി വരാറുണ്ട്. ഒരു പ്രത്യേക രസമുള്ള കാഴ്ച തന്നെയാണ് ആ വരവ് കാണാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ ചാരി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന്റെ ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. അതുപോലെ ഈ പള്ളിക്ക് ചുറ്റും ഏതെല്ലാം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവരുടെയൊക്കെയും ദറജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഈ പള്ളിയുടെയും ഈ മഹാന്മാരുടെയും ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മഹാന്റെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات أزواجه الطاهرات أمهات المؤمنين. اللهم وإلى حضرة من دفن في هذا المقبرة المعظمة يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم. اللهم بحقهم وبجائهم. اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف أمراضنا وتقبل أعمالنا وأعمال جميع من تعلق بنا في طاعتك ورضاك وإلى يا ذا الجلال والإكرام. اللهم بارك لنا في جميع أمورنا. اللهم بارك لنا في سيارتنا. اللهم بارك لنا في جميع أمورنا. آمين. بركة تامة كما باركت على عبادك الصالحين. اللهم إنا نعوذ بك من كل آفات وآفات ومصيبات وبليات وأمراض يا رب العالمين. آمين. اللهم اشف أمراضنا وأمراض والدينا وأمراض أولادنا وأمراض أزواجنا وأمراض أقاربنا وأمراض أهلنا. آمين. وأمراض من أوصانا بالدعاء يا شافي الأمراض. شفاء تاما لا يغادر سقما ولا ألما. آمين. ولا يشرف غير الرحمن المذكورين. آمين. بحق هذا الولي الكريم. اللهم إنا نعوذ بك من كل آفات وآفات ومصيبات وبليات يا رب العالمين. آمين. اللهم اغفر كل مراد آمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك
ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.